ആൻഡ് ഗൈറോമിക്ക് ഓഗസ്റ്റ് മാസത്തിൽ പൂച്ച പ്രസവിച്ചതുപോലെ ഇഷ്ടം പോലെ സ്മാർട്ട് ഫോൺസ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ ഏതൊക്കെ സ്മാർട്ട് ഫോൺസ് പുലിക്കുട്ടിയായിട്ട് മാറുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ആൻഡ് ലിസ്റ്റിലെ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള മോട്ടോറോള G86 പവർ സ്മാർട്ട് ഫോണിനകത്ത് 6.67 ഇഞ്ചസിന്റെ POLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 120 ഹെർട്സിന്റെ റിഫ്രഷിനോടൊപ്പം HDR10+, അതുപോലെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ സ്മാർട്ട് ഫോണിനകത്ത് 32 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ സെൽഫി ക്യാമറ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. HDR-നോടൊപ്പം 4K 30 FPS ഡോൾബി അറ്റ്മോസ് വിത്ത് സ്റ്റീരിയോ സ്പീക്കേഴ്സിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ സ്മാർട്ട് ഫോണിനകത്തിലെ മെയിൻ ക്യാമറ നോക്കുവാണെങ്കിൽ 50 മെഗാപിക്സലിന്റെ 25mm സപ്പോർട്ട് ചെയ്യുന്ന വൈഡ് ആംഗിൾ ലെൻസ്, ലാസ്റ്റ് ആയിട്ട് 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസും ആണ്. 4K 30 അല്ലെങ്കിൽ 60 FPS HDR സപ്പോർട്ടിൽ നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ സ്മാർട്ട് ഫോണിനകത്ത് MediaTek Dimensity 7400 ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. Android 15-നോടൊപ്പം ഒക്ടാകോർ CPU, ഡെഡിക്കേറ്റഡ് SD സ്ലോട്ട്, അതുപോലെ 8GB 128ന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റിലാണ് സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. അതുപോലെ ഈ സ്മാർട്ട് ഫോണിനകത്ത് മാസീവ് ആയിട്ടുള്ള 6720 mAhന്റെ ബാറ്ററി ബാക്കപ്പിനോടൊപ്പം 30 വാട്ട്സിന്റെ വയർഡ് ചാർജിംഗിൽ വരുന്ന ഈ സ്മാർട്ട് ഫോൺ 4th ഓഗസ്റ്റിന് ലോഞ്ച് ആയിട്ടുള്ളത്. അതുപോലെ ഈ സ്മാർട്ട് ഫോൺ 17,000 രൂപയ്ക്കാണ് സ്റ്റാർട്ടിംഗ് പ്രൈസിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള Vivo T4R-ൽ 6.77 ഇഞ്ചസിന്റെ കളർ AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1800 നിറ്റ്സിന്റെ മാക്സിമം ബ്രൈറ്റ്നസിനോടൊപ്പം P3 വൈഡ് കളർ സപ്പോർട്ടിനോടൊപ്പം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം 32 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ സെൽഫി ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് 4K 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനോടൊപ്പം മെയിൻ ക്യാമറ ലെൻസ് ആയിട്ട് 50 മെഗാപിക്സലിന്റെ സോണി വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 4K 30 അല്ലെങ്കിൽ 60 FPS HDR സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ വിവോയുടെ ഈ സ്മാർട്ട് ഫോണിനകത്ത് MediaTek Dimensity 7400 ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. Android 15-നോടൊപ്പം FunTouch OS 15 UFSന്റെ 2.2 സ്റ്റോറേജ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇത്രയധികം ഫീച്ചേഴ്സിൽ വരുന്ന ഈ സ്മാർട്ട് ഫോണിനകത്ത് 5700 mAhന്റെ ബാറ്ററി ബാക്കപ്പിനോടൊപ്പം 44 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ജൂലൈ 13 ഓൾറെഡി തന്നെ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ആയിട്ടുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ പിക്സലും ചുമ്മാ നോക്കിയിരിക്കുകയല്ല. പിക്സലിന്റെ ന്യൂലി വരാൻ പോകുന്ന പിക്സൽ സീരീസിനകത്തിലെ Pixel 10 സ്മാർട്ട് ഫോണിനകത്ത് 6.3 ഇഞ്ചസിന്റെ LTPO OLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 120 ഹെർട്സിന്റെ റിഫ്രഷിനോടൊപ്പം HDR10+, 3000 നിറ്റ്സിന്റെ മാക്സിമം ബ്രൈറ്റ്നസിനോടൊപ്പം ഗൊറില്ല ഗ്ലാസ് Victus 2 പ്രൊട്ടക്ഷനോടൊപ്പം IP68ന്റെ വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ പിക്സലിന്റെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 10.5 മെഗാപിക്സലിന്റെ 20mm സപ്പോർട്ട് ചെയ്യുന്ന അൾട്രാ വൈഡ് സെൽഫി ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 4K 30 അല്ലെങ്കിൽ 60 FPS HDR വീഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിലെ മെയിൻ ക്യാമറ നോക്കുവാണെങ്കിൽ 48 മെഗാപിക്സലിന്റെ 25mm സപ്പോർട്ട് ചെയ്യുന്ന വൈഡ് ആംഗിൾ ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം 10.8 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസും ലാസ്റ്റ് ആയിട്ട് 12 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 30-60 FPS 10-bit HDR വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ വരാൻ പോകുന്ന ഗൂഗിൾ പിക്സൽ സ്മാർട്ട് ഫോൺസിനകത്ത് TSMCയുടെ കൊളാബിൽ വരുന്ന ഗൂഗിൾ ടെൻസർ G5 3nm ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒക്ടാകോർ CPU-നോടൊപ്പം Android 16-നോടൊപ്പം UFS 3.1 സ്റ്റോറേജ് ടൈപ്പും 12GB 128ന്റെ GB സ്റ്റാർട്ടിംഗിലും ആയിരിക്കും ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫൈനലായിട്ട് ഗൂഗിളിന്റെ ഈ സ്മാർട്ട് ഫോണിനകത്ത് 5000 mAhന്റെ ബാറ്ററി ബാക്കപ്പിനോടൊപ്പം 29 വാട്ട്സിന്റെ വയർഡ് PD3 ചാർജിംഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ 75,000 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസിലാണ് ഓഗസ്റ്റ് 20 ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ലിസ്റ്റിലെ നാലാമത്തെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള Vivo Y400-നകത്ത് 6.67 ഇഞ്ചസിന്റെ കളർ AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1 ബില്യൺ കളേഴ്സ്, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റിനോടൊപ്പം സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ സ്മാർട്ട് ഫോണിനകത്ത് 32 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ പഞ്ച് ഹോൾ ക്യാമറ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് 1080p 30 അല്ലെങ്കിൽ 60 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനോടൊപ്പം മെയിൻ ക്യാമറയായിട്ട് 50 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ലെൻസിനോടൊപ്പം 2 മെഗാപിക്സലിന്റെ മാക്രോ ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 4K 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ മിഡ് റേഞ്ച് പെർഫോമൻസിൽ വരുന്ന ഈ സ്മാർട്ട് ഫോൺ Snapdragon 685 ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. Android 15-നോടൊപ്പം FunTouch OS 15-ലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇത്രയധികം ഫീച്ചേഴ്സിൽ വരുന്ന ഈ സ്മാർട്ട് ഫോണിനകത്ത് മാസീവ് ആയിട്ടുള്ള 6000 mAhന്റെ ബാറ്ററി ബാക്കപ്പ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 44 വാട്ട്സിന്റെ വൈഡ് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഈ സ്മാർട്ട് ഫോൺ ഓഗസ്റ്റ് 4-നാണ് 23,000 രൂപയ്ക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ലിസ്റ്റിൽ വീണ്ടും പിക്സൽ വന്നിരിക്കുകയാണ്. പിക്സലിന്റെ ന്യൂലി ലോഞ്ച് ചെയ്യാൻ പോകുന്ന Pixel 10 Pro Fold സ്മാർട്ട് ഫോണിനകത്ത് ഇന്നർ ഡിസ്പ്ലേ ആയിട്ട് 8 ഇഞ്ചസിന്റെ ഫോൾഡബിൾ LTPO OLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും HDR10+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ സ്മാർട്ട് ഫോൺ അതിലെ കവർ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ 6.4 ഇഞ്ചസിന്റെ OLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ സ്മാർട്ട് ഫോണിനകത്ത് Victus 2ന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ സ്മാർട്ട് ഫോണിനകത്ത് ഡുവൽ 10 മെഗാപിക്സലിന്റെ 23mm സപ്പോർട്ട് ചെയ്യുന്ന വൈഡ് ആംഗിൾ സെൽഫി ക്യാമറ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് 4K 30 അല്ലെങ്കിൽ 60 FPS HDR വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ മെയിൻ ക്യാമറ ആയിട്ട് ഈ സ്മാർട്ട് ഫോണിനകത്ത് 48 മെഗാപിക്സലിന്റെ 25mm സപ്പോർട്ട് ചെയ്യുന്ന വൈഡ് ആംഗിൾ ലെൻസും 10.8 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ്, 10.5mm അൾട്രാ വൈഡ് ലെൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit HDR-നോടൊപ്പം 4K 30 അല്ലെങ്കിൽ 60 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ പിക്സലിന്റെ ഈ സ്മാർട്ട് ഫോണിനകത്തും ഗൂഗിളിന്റെ ടെൻസർ G5 ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. Android 16-നോടൊപ്പം 16GB 256GB സ്റ്റാർട്ടിംഗ് വേരിയന്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇത്രയധികം ഫീച്ചേഴ്സ് പാക്കഡ് ആയിട്ട് വരുന്ന ഈ ഫോൾഡബിൾ സ്മാർട്ട് ഫോണിനകത്ത് 5000 mAhന്റെ ബാറ്ററി ബാക്കപ്പിനോടൊപ്പം 25 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗും 7.5 വാട്ട്സിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ഓഗസ്റ്റ് 28-നാണ് 1 lakh above ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമ്മുടെ ലിസ്റ്റിലെ ഫൈനൽ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള ഗെയിമിംഗിന് വേണ്ടി കുറേയധികം ഫീച്ചേഴ്സിൽ വരുന്ന Oppo K30 Turbo Pro സ്മാർട്ട് ഫോണിനകത്ത്
6.8 ഇഞ്ചസിന്റെ AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റിനോടൊപ്പം സ്റ്റീരിയോ സ്പീക്കേഴ്സ് 1 ബില്യൺ കളേഴ്സും 1600 നിറ്റ്സിന്റെ മാക്സിമം ബ്രൈറ്റ്നസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 16 മെഗാപിക്സലിന്റെ 22mm സപ്പോർട്ട് ചെയ്യുന്ന വൈഡ് ആംഗിൾ ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് 1080p 30 അല്ലെങ്കിൽ 60 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ മെയിൻ ക്യാമറ ചെക്ക് ചെയ്യുവാണെങ്കിൽ 50 മെഗാപിക്സലിന്റെ 27mm സപ്പോർട്ട് ചെയ്യുന്ന വൈഡ് ആംഗിൾ ലെൻസ്, അതുപോലെ ഫൈനലായിട്ട് 2 മെഗാപിക്സലിന്റെ മൈക്രോ ലെൻസും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ക്യാമറ മോഡ്യൂളിന്റെ തൊട്ട് സൈഡിലായിട്ട് ഗെയിമിംഗ് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള കൂളിംഗ് ഫാനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത്രയധികം ഫീച്ചേഴ്സിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണിനകത്ത് സ്നാപ്ഡ്രാഗന്റെ 8s Gen 4 ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ്രോയിഡ് 15നോടൊപ്പം ColorOS 15, UFS 4ന്റെ സ്റ്റോറേജ് ടൈപ്പിനോടൊപ്പം 12GB 256GB സ്റ്റാർട്ടിംഗ് വേരിയന്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫൈനലായിട്ട് മാസീവ് ഫീച്ചേഴ്സിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണിനകത്ത് മാസീവ് ആയിട്ടുള്ള 7000 mAh ബാറ്ററി ബാക്കപ്പിനോടൊപ്പം 80 വാട്ട്സിന്റെ വയർഡ് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ ഓഗസ്റ്റ് മിഡിനോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ 30,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫൈനലി അതൊക്കെയാണ് നമ്മുടെ ലിസ്റ്റിലുള്ള ഓഗസ്റ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളതും ലോഞ്ച് ചെയ്യാൻ പോകുന്ന പുതിയ സ്മാർട്ട് ഫോണിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മച്ച് ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.